തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞു. അഖിൽ, വിനീത്, സുമീഷ് എന്നിവരാണ് ഈ പ്രതികൾ. ഇവർ ലഹരി സംഘത്തിലുള്ള ഗുണ്ടാ സംഘമെന്നാണ് പോലീസ് പറയുന്നത്. വളരെ മൃഗീയവും നിർദ്ദയവുമായ രീതിയിലാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. കരമനയിൽ ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരം. ഷെഫീദ്, ഇവരെ തിരഞ്ഞ പോലീസ് നടക്കുകയാണെന്ന് അറിഞ്ഞു. അതിലൊരാൾ പോലീസ് പിടിയിലായി എന്ന സൂചന വന്നിരുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ പ്രതികളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. അതിനുമപ്പുറത്തേക്ക് ഇതിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് അഖിലിനെ എത്തി ക്രൂരമായി ആക്രമിച്ച 3 പേർ ആരൊക്കെയെന്ന ചിത്രങ്ങൾ സഹിതം പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CCTV ആ ചിത്രങ്ങൾ നമുക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികളായിട്ടുള്ള അഖിൽ, വിനീത്, സുമേഷ് എന്നിവർക്ക് വേണ്ടിയിട്ടാണ് പോലീസിന്റെ തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. അഖിലും വിനീതും മുൻപും കൊലപാതക കേസിലെ പ്രതികളാണ്. നമുക്കറിയാം, കരമന അനന്തു കൊലപാതകം അത് ഈ ലഹരി സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 5 വർഷം മുൻപ് കരമന അനന്തു കൊലപാതകം നടന്നത്. അതിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ സുമേഷ് എന്ന പുതിയൊരാൾ കൂടി ഈ അക്രമി സംഘത്തിൽ, ഈ കരമന അഖിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട അക്രമി സംഘത്തിലുണ്ട്. ഇവർ കേരളം വിട്ടുപോകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ തള്ളുന്നില്ല. മാത്രമല്ല, ഇവരെ നേരത്തെയും സമാനമായ രീതിയിൽ ഈ കരമന അനന്തു കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലെ ചില ഭാഗത്തായിരുന്നു പോരുന്നത്. അവിടെ അടക്കം പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് ഇക്കാര്യത്തിൽ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി പ്രതികളെ എത്രയും വേഗം പിടിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. നമ്മുടെ പോലീസ് മെഷീനറി മുഴുവൻ എത്തിച്ചാലും വേണ്ടില്ല, ഈ പ്രതികളെ കയ്യാമം വയ്ക്കുക തന്നെ വേണം. കാരണം അത്ര നിർദ്ദയമായ ഒരു കൊലപാതകമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ നടുവിലുള്ള കരമനയിൽ അരങ്ങേറിയത്.